രാത്രി 9 മണിയായപ്പോഴേ പുട്ടും മുട്ടക്കറിയും കഴിക്കാൻ ഒരു ആഗ്രഹം. നേരെ വിളിച്ചു മമ്മിയുടെ സിസ്റ്ററിനെ ആൻറ്റിയുടെ ഈസി റെസിപ്പിക്കായിട്ട്. ഒരു കുക്കറിൽ ഇത്തിരി വെള്ളം എടുത്ത് 2 മുട്ടയും കൂടെ ഇട്ട് ഒറ്റ വിസിലടിച്ച് ഓഫ് ചെയ്യുക. ആവി പോയി കഴിഞ്ഞ് കുക്കർ തുറന്ന് മുട്ട പൊളിച്ചെടുത്താൽ മുട്ട പുഴുങ്ങിയത് റെഡി. എന്നിട്ടൊരു പാൻ എടുത്ത് ഇത്തിരി എണ്ണ ഒഴിച്ച് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ജസ്റ്റ് ഒന്ന് വഴറ്റുക. വഴറ്റിയായി വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടി. ഇതിൻ്റെ കണക്കിലേ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 3/4 സ്പൂൺ മല്ലിപ്പൊടി വേണം. ഒരു 1/4 സ്പൂൺ ഗരം മസാലയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും. ഇതാണ് റേഷ്യോ വരുന്നത്. കൂട്ടിയെടുക്കുമ്പോൾ ഇതനുസരിച്ച് കൂട്ടണം. എന്നിട്ട് അതൊന്നോട്ട് വഴറ്റി വരാൻ നേരത്ത് നമുക്ക് 2ാം പാൽ ഒഴിക്കാം. തിളച്ചതിന് ശേഷം ഒന്നുകൂടെ 1ാം പാൽ ഒഴിച്ച് സെറ്റാക്കാം. കറി റെഡി. മുട്ട പുഴുങ്ങിയത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടിയാണെങ്കിൽ 1 ഗ്ലാസ് പുട്ടുപൊടിയും 1 ഗ്ലാസ് വെള്ളവും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇത്തിരി പീരയും ഇട്ട് അപ്പുറത്ത് അടുപ്പി വെച്ചാൽ അതും റെഡിയാകും. ഇപ്പുറത്ത് മുട്ട, അപ്പുറത്ത് പുട്ടും മുട്ടയും ഒരുമിച്ച് റെഡിയാവും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും മുട്ടയും കഴിക്കാൻ റെഡിയാവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ